എന്റെ കാല് രണ്ടും സർജറി ചെയ്തതാണ്. എന്റെ കാലിന്റെ രണ്ട് മുട്ടിരട്ടിയും പോയി. ട്രെയിനിൽ നിന്നൊക്കെ ചാടി ഒത്തിരി പോയിക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഓടണം എന്ന് വെച്ചാൽ നമ്മൾ ഓടും. ഇപ്പോഴും പട്ടാളത്തിൽ ചേർന്ന് തിരിച്ച് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് പോയിരിക്കും. നമ്മൾ വോളണ്ടിയറിയും കൈവെക്കും, അയക്കിട്ട് പോയി. പിന്നെ അവിടെ ചെന്നാലേ പണി പഠിക്കുന്നു. നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ്. എവിടെ ചെന്നാലും നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അത് ശരി, അപ്പൊ നിനക്കൊന്നും അറിയത്തില്ല. അല്ല അറിയാം, നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് പറയും. എനിക്കറിയാവുന്നല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ നാക്കിന് പയറ്റി നിൽക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അവനോട് പറയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ടനായി. തബല വായിക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും, അല്ല ചെയ്യാത്ത പരിപാടി എന്താ? ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ഈ ഹോട്ടലിൽ പണിതിനിടയ്ക്ക് ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിന് വേണ്ടി പറക്കാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ എല്ലാ പണിയും ഇപ്പം വൈഫിന്റെ കൂടെ കാറ്ററിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പണിയും ചെയ്യണം. ഇപ്പം എന്റെ കൂടെ പഠിച്ച വലിയ വലിയ IIM-ലും വലിയ MBA എടുത്തവന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാർ ഇപ്പോഴും കിടന്ന് പണിയാ. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വിശാലമായിട്ട് ലോകം കണ്ട് ജീവിക്കുന്നു. ഇവിടെ അങ്ങനെ വീടുകളിലൊന്നും കയറി നമുക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നു. അനാവശ്യമായിട്ട് നമുക്ക് വീട് വഴിയൊന്നും പോകാൻ പറ്റില്ല. സെയിൽസ് മാർക്കറ്റിംഗ് പോലെ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ടും കൽപ്പിച്ച് എല്ലാ വീട്ടിലും പോയി അങ്ങ് മുട്ടി. ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്ന പഴയ സ്ഥാനാർത്ഥികളൊക്കെ അമ്പരന്ന് പോയി. കാരണം അവരുടെക്കാൾ 4 ഇരട്ടി വോട്ട് എനിക്ക് കിട്ടി. നവൽ എന്ന ജുവലിന്റെ പ്രൊഡ്യൂസറും അതിനകത്തെ മെയിൻ നായകനും ഞാനായിരുന്നു. കേരള ജനത അതുപോലെ കാണാൻ പറ്റിയില്ല. പക്ഷെ അതിന് 34 അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടി. പ്രായമൊക്കെ ആയവരാണ് അല്ലെ, വണ്ടി പഴയതാണ്. എങ്കിലും വൈ നോട്ട്, ഇഫ് ആലഞ്ചേരി ക്യാൻ ഡു ഇറ്റ്, എനിബഡി ക്യാൻ ഡു ഇറ്റ്. അതാണ് നമ്മുടെ സിദ്ധാന്തം. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇറാഖിലൊക്കെ പോയി അമേരിക്കൻ സേന നിൽക്കാൻ സമയത്ത് അവിടുത്തെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന അറബൊക്കെ ഉറുദുവൊക്കെ വശമുള്ള ഒരാൾ വേണം. അത് ഈ ഭാഷ അറിയാവുന്നുള്ളത് കൊണ്ടാണോ ശരിക്കും കൂടെ കൂട്ടിയത് അവർ? എന്റെ കൂടെ പഠിച്ച പലരും ഈ പട്ടാളത്തിൽ ചേർന്ന പല 19 വയസ്സുകാരും അല്ല, അവർ ഞാൻ ജിമ്മിലൊക്കെ പോയി പ്രിപ്പയർ ചെയ്ത് അവർ എല്ലാ തരത്തിലും മിടുക്കന്മാര് 3-ാം ആഴ്ച ഷിൻസ്പ്ലിൽ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ മാനസിക പ്രശ്നം എല്ലാം വിട്ടുവിട്ട് പോയി. അവസാനം നമ്മൾ 80 പേരായിട്ട് തുടങ്ങിയിട്ട് അവസാനം 30-40 പേര് ഗ്രാജുവേറ്റ് ആയി. ഈ മലകയറ്റം ഉണ്ടായിരുന്നു വലിയ 124 ചെയ്യണം. എനിക്ക് തന്നെ 120 പൗണ്ടേ ഉള്ളൂ. അത്രയും കനമുള്ള തോക്കും ഭാണ്ഡങ്ങളും ഫ്രണ്ടിലെല്ലാം ആയിട്ട് നമ്മൾ ഇഴഞ്ഞ് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെയെങ്കിലും എത്തണം. അപ്പൊ ആ ഒരു കടമ്പകൾ, ഒബ്സ്റ്റക്കിൾ കോഴ്സുകൾ പലതും ഒരു മുന്നിലോട്ട് വെക്കും. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കട്ടിയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ വിജയിപ്പിച്ചത്. ബാക്കി അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവര് ഇന്നേ വരെ നമ്മൾ ആരുടെയും മുമ്പില് ഒന്ന് കുനിഞ്ഞെന്ന് സാറേ എനിക്ക് ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിക്കേണ്ട ഒരു ഗതിയാണ്. അവിടെ എല്ലാം നമ്മൾ ആരോടും ബെഗ് ചെയ്തില്ല. ഐ വോണ്ട് ദിസ് ടു ബി ഡൺ ആൻഡ് ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതിലിപ്പോ നമ്മൾ നാട്ടിൽ പറയില്ല, പട്ടിക്കിട്ട് ഒരുത്തൻ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആ ബറ്റാലിയൻ മുഴുവൻ ശിക്ഷിക്കപ്പെടും. ഇപ്പൊ ഒരുത്തൻ ബെഡ് മേക്ക് ചെയ്തില്ലെങ്കിൽ രാവിലെ ഒരു കോയിൻ എടുത്ത് ആ ബെഡിൽ ഇങ്ങനെ ഇടുമ്പം അത് ബൗൺസ് ചെയ്യണം. അതുപോലെ ടൈറ്റ് ആയിട്ട് ബെഡ് മേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ബൂട്ട്സ് എല്ലാം നന്നായിട്ട് പോളിഷ് ചെയ്തിരിക്കണം. എല്ലാത്തിനും വെക്കുന്നതിൻ്റെതായ രീതിയുണ്ട്, സമയം. പിന്നെ ഞാൻ പണ്ട് മുതലേ ഒരു സ്പ്രിന്റർ ആയിരുന്നു. ഞാൻ നല്ലപോലെ ഓടുമായിരുന്നു. 100 മീറ്റർ ആണ് നമ്മുടെ ഇഷ്ട ഇനം. ഞാൻ 13-14 സെക്കൻഡിലൊക്കെ കൊച്ചിലെ ഓടി തീർക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ഓട്ടം ഇന്നും ഞാൻ നല്ലപോലെ ഓടാൻ എന്നെ സഹായിക്കുന്നത് കാലുകളാണ്. നമ്മുടെ ടയറിന് ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ പട്ടാളത്തിൽ വിജയിച്ചത്. അപ്പൊ എല്ലാം കൊണ്ട് എല്ലാം നോക്കണം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ 2 മിനിറ്റിൽ 50 പുഷപ്പ് അടിക്കണം, സിറ്റപ്പും ചെയ്യണം. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്കേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. അപ്പം ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, ലാംഗ്വേജും കറക്റ്റ് ആയിരിക്കണം. അത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. തബല വായിക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഇപ്പൊ അത്ലറ്റിക്സിന്റെ കാര്യം പറഞ്ഞു, അല്ല ചെയ്യാത്ത പരിപാടി എന്താ? ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ഈ ഹോട്ടലിൽ പണിതിനിടയ്ക്ക് ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിന് വേണ്ടി പറക്കാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ എല്ലാ പണിയും ഇപ്പം വൈഫിന്റെ കൂടെ കാറ്ററിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പണിയും ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത കാര്യം സന്തോഷ് കുളങ്ങര പറഞ്ഞില്ലേ. ഞാൻ നോക്കിയിട്ട് നമ്മൾ എളിമപ്പെടുകയാണെങ്കിൽ ലോകത്തിൽ എന്ത് പണിയും ചെയ്യാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കും. പട്ടാളത്തിൽ നിന്ന് പിന്നാക്കം വരുന്നത് പട്ടാളം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ, സങ്കടം വന്നിട്ടാണോ? അല്ല, അതിന്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇതിലും നല്ല പണികൾ എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പണ്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ് സെമിനാരി എന്നൊക്കെ ചാടാൻ മനസ്സ് വെച്ചത്. അപ്പൊ അതോ നടന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ അക്കാഡമികളുണ്ട്. ന്യൂയോർക്ക് ഫിലിം അക്കാഡമി ഉണ്ട്, ലോസ് ആഞ്ചലസ് ഫിലിം അക്കാഡമി ഉണ്ട്. അപ്പൊ ഞാൻ വന്നപാടെ അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ കൂടെ. ഇപ്പൊ ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ എന്റെ തലയിൽ കൂടെ പല ആന്റീനകളും പലതും ചിന്തിച്ചോണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തെന്നാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. കാര്യം പറയുന്നതല്ലേ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കാമല്ലോ. മൾട്ടി ടാസ്കിങ് ആണ്. അത് നമ്മൾ പട്ടാളത്തിലായിരിക്കുമ്പോഴും നമ്മളിപ്പോ പട്ടാളത്തിൽ നമ്മളിപ്പം സെക്യൂരിറ്റി പുള്ളി ചെയ്യുമ്പോഴും നമ്മുടെ 360 ഡിഗ്രി നമ്മുടെ വിഷൻ, നമ്മുടെ പെരിഫറൽ വിഷൻ, നമ്മുടെ ഞാൻ നേരത്തെ കാത് അടയ്ക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക്
ശ്രദ്ധയുണ്ട്. മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം ബി ഓൾ യു ക്യാൻ ബി എന്നാണ്. പലതും ചെയ്യാൻ ഈ ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. എന്തെല്ലാം ചെയ്തു തീർക്കാമോ അത്രയും ചെയ്തു തീർക്കണം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു പുതിയൊരു ചിന്തയിൽ വന്ന് നിൽക്കുകയാണ്. ഈ ബിഗ് ബോസിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആലഞ്ചേരിയ. കാരണം അതിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ആലഞ്ചേരിക്ക് ഇത്രയും ഫാൻസ് വന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പരിപാടിയിൽ പരിചയപ്പെടുത്തിയത് കൊണ്ട് കൂടിയാണ് അല്ലേ? അപ്പൊ ഈ അവസരത്തിൽ സന്തോഷ് കുളങ്ങരയ്ക്ക് ഒരു വലിയ നന്ദിയാണ്. അതെ കാരണം ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ഒരു അമേരിക്കയുടെ ഒരു ഗ്രാമത്തിൽ, ഇപ്പൊ സൈപ്രസ് എന്ന് പറഞ്ഞ ടെക്സാസിലുള്ള ഒരു ഗ്രാമത്തിൽ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. ഹോളിവുഡ് വരെ ഉപേക്ഷിച്ച് ഞാൻ വളരെ സന്യാസ ജീവിതത്തിൽ വീണ്ടും പ്രവേശിച്ച്, നമ്മളങ്ങനെയല്ലേ, വാനപ്രസ്ഥാശ്രമത്തിൽ കയറിയപ്പോഴാണ് 8 വർഷം മുമ്പ് നടന്നൊരു കഥ സന്തോഷ് കുളങ്ങര വിളിച്ചു പറയുന്നത്. അപ്പൊ ആണ്ട് കിടക്കുന്നു ഭൂമിയുടെ ഒരു അറ്റം മുതൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും, അതുപോലെ ഇടങ്ങളിൽ നിന്നാണ് ആൾക്കാരെന്നെ വിളിക്കുന്നത്. അപ്പൊ എന്റെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ട് ഹിന്ദിക്കാരും അമേരിക്കാരൊക്കെ ചോദിക്കുന്നത് എന്താ സംഭവം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ബിഗ് ബോസിലേക്ക് വരുമെന്ന് പറഞ്ഞ് ജനലക്ഷങ്ങൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടെ ഒന്ന് നോക്കാം. പ്രായമൊക്കെ ആയി വരികയാണ് അല്ലെ, വണ്ടി പഴയതാണ്, എങ്കിലും വൈ നോട്ട്, ഇഫ് ആലഞ്ചേരി ക്യാൻ ഡു ഇറ്റ്, എനിബഡി ക്യാൻ ഡു ഇറ്റ്. അതാണ് നമ്മുടെ സിദ്ധാന്തം. അലൻ മാറ്റേഴ്സിൽ എത്തുന്ന മാറ്റർ ഞാൻ സംസാരിച്ചു തുടങ്ങിയില്ല. ഈ സിനിമയിൽ അവിടെ അഭിനയിക്കാൻ കയറിയത് എങ്ങനെയാ? ഇത്രയും വലിയ ഇൻഡസ്ട്രി അല്ലേ, ഇതിനകത്ത് കടന്നുകൂടുക എന്ന് പറയുന്നത് ചെറിയ സാമർഥ്യം പോരല്ലോ. പോരാ. അപ്പൊ നമ്മള് ഈ വെറ്ററൻ സ്റ്റാറ്റസ് ഇവിടെ ഒരു ബിഗ് ഡീലാണ് അമേരിക്കയിൽ. വിമുക്ത ഭടൻ എന്നുള്ള നമ്മുടെ നാട്ടില് നമ്മൾ പറയത്തില്ല, പണ്ട് കണ്ടെത്തി കൂടെ ഒരു പാട്ടൊക്കെ പിടിച്ചു പോകുന്ന പഴയ പട്ടാളക്കാരന്റെ ഒരു അതൊന്നുമല്ല. ഇവിടെ ഒരു വർഷം നമ്മൾ ആർമിയിൽ സേവനം ചെയ്താലും അതിന് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്, നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കും, ഒത്തിരി ജോലി സാധ്യതകൾ വർദ്ധിക്കും. അപ്പം ആ ഒരു ഇത് വെച്ചാണ് ഞാൻ ലോസ് ആഞ്ചലസിലുള്ള ന്യൂയോർക്ക് ഫിലിം അക്കാഡമി എന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ അംഗത്തട്ടിലുള്ള ഒരു അക്കാഡമി പഠിക്കാൻ കയറുന്നത്. അപ്പൊ നമുക്കത് ഫ്രീ ആയിട്ട് ഞാൻ പഠിച്ചു. 5 പൈസ മുടക്കേണ്ടി വന്നില്ലെന്നുള്ളതാണ്. സാധാരണ അവിടെ വരുന്നതൊക്കെ ലോക സുന്ദരിപ്പട്ടം കിട്ടിയ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് കാൻഡിഡേറ്റ്സ് ആണ് അവിടെ വരുന്നത്. അവർക്ക് സ്കോളർഷിപ്പ് പോലെ അവർ പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ മാത്രമേ ഓസിൽ പഠിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നല്ല കാശ് മുടക്കി. അപ്പൊ എനിക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം പട്ടാളം തരും. അപ്പൊ ന്യൂയോർക്കില് ഫ്രീ ആയിട്ട് താമസിക്കുക, അല്ലെങ്കിൽ ലോസ് ആഞ്ചലസിൽ ഫ്രീ ആയിട്ട് താമസിക്കുക, ഫ്രീ എന്നല്ല കേട്ടോ, അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ചെയ്ത ജോലിക്ക് ഉള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യോപകാരമായിട്ട് അമേരിക്കൻ ജനത ഒരു പട്ടാളക്കാരന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ വെറ്ററൻസ് ബെനിഫിറ്റ്സ്, അതിന് VA ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്നും ഈ രാജ്യത്തോട് ആ ഒരു കടപ്പാടുണ്ട്. വളരെ സ്നേഹവായ്പോടെ എപ്പോൾ ആശുപത്രി ചെന്നാലും താങ്ക് യു ഫോർ യുവർ സർവീസ്. ഇപ്പൊ നമ്മൾ ഏതൊരു സ്റ്റാർബക്സിലൊക്കെ നിൽക്കുക, നമ്മളൊരു വെറ്ററനാണ്, ഒരു വിമുക്ത ഭടനാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചായ മേടിക്കും. എവിടെ ഏത് നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഏത് കടയിൽ ചെന്നാലും 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നാട്ടിലുള്ള പോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ഭടന്മാരെയും നമ്മൾ വളരെ ആദരവോടെ വളരെ ഭക്തി ബഹുമാനത്തോടെ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എവിടെ ഇപ്പൊ ഈ ലോസ് ആഞ്ചലസിൽ ഏത് ഓഡീഷൻ ചെന്നാലും നമ്മൾ ആ കാര്യം അങ്ങ് പറയും. വെറ്ററൻ, ഇസ് ദർ എനി ബെനിഫിറ്റ്സ് ഐ കൻ ഡിമാൻഡ് ഫോർ? അപ്പൊ അബ്സല്യൂട്ട്ലി. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആ വെറ്ററൻ സ്റ്റാറ്റസിൽ കയറുമ്പോൾ നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങളും ഒത്തിരി ആദരവും ഒത്തിരി കണക്ഷൻസും ലഭിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടുത്തെ PR വർക്ക് ചെയ്ത്. ശരിക്കും നമ്മൾ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു അന്തവും കുന്തവും കിട്ടത്തില്ല. എവിടെ ചെന്ന് ആരോട് എന്ത് പണി ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു അഭിനയ കളരിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഡയറക്ഷൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത പാടെ ഞങ്ങൾക്ക് അവിടെ സ്ലോട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ അവിടെ കയറി എല്ലാ ആഴ്ചയും നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മളവിടെ കാസ്റ്റ് ചെയ്യപ്പെടും, ആൾക്കാർ നമ്മളെ തേടി വരുന്നു. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു ഒറ്റയാനായിരുന്നു. വേറെ ഇപ്പം മുറിമുക്കൻ രാജാവിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മള് കഴിവുള്ളവരെ പലയിടത്തും ഉണ്ടാവാം. അപ്പൊ എവിടെ നോക്കുമ്പോഴും ആലഞ്ചേരി നമ്മൾ വോളണ്ടിയർ ചെയ്യും, കൈവെക്കും, ഐ കൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞേക്കും. പിന്നെ അവിടെ ചെന്നാലേ പണി പഠിക്കുന്നത്. നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ്. എവിടെ ചെന്നാലും നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അത് ശരി, അപ്പൊ നിനക്കൊന്നും അറിയത്തില്ല, അല്ല അറിയാം, നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് പറയും, എനിക്കറിയാവുന്നല്ലോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ നാക്കിന് പയറ്റി നിൽക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അവനോട് പറയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല. നമ്മളിപ്പോ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ടനായിരിക്കും. അപ്പൊ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ കയറും. പിന്നെ നമ്മൾ അവിടെ പമ്മി നോക്കണം, നമ്മൾ ഇടം വലം നോക്കി കളം പിടിക്കുക. പിന്നെ കുറെയൊക്കെ തമ്പുരാൻ തരും. അത് ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നുന്ന പറയുന്നത് ചിലപ്പം കറക്റ്റ് കുറിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ജിമ്മി കിമ്മൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ നാഷണൽ ടോക്ക് ഷോ ഹോസ്റ്റ് ആണ്, ABC ചാനലിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറി റൈറ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഈ ജോക്ക് റൈറ്റർ എന്നെ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചു. അപ്പം ലോസ് ആഞ്ചലസിലെ സവിശേഷത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ
ഒരു സിനിമ കാണാൻ പോയിരിക്കുന്നത്, ഇപ്പൊ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് മമ്മൂക്കയെ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ അതേ എ ലിസ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്നത്, അവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടുത്തെ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ്, സാഗ് അല്ലെങ്കിൽ സാഗ് ആക്ടർ, അതിൽ മെമ്പറാണ്, യൂണിയൻ മെമ്പർ ആകുമ്പോൾ നമുക്ക് അവർ ഒരേ താലത്തിലാണ് വിളമ്പുന്നത്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ അവരോടൊക്കെ സമ്മേളിക്കാനോ അവരോടൊക്കെ വർത്താനം പറയാനോ അവരുടെയൊക്കെ നമ്പർ ശേഖരിക്കാനോ അവരോടൊപ്പം ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവിടെ ആൾക്കാർ അങ്ങനെ, അപ്പൊ നമുക്ക് ആ ഒരു ആക്സസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നമുക്ക് ആരുടെയും എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ എൻട്രി കിട്ടണം കേട്ടോ. അപ്പൊ എൻട്രി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി കയറുന്നു, ജിമ്മി കിൽമലിന്റെ ബ്രദറിന്റെ സ്റ്റോറി റൈറ്റിങ്ങിലൂടെ പുള്ളിയുടെ ഷോയിൽ കയറുന്നു. അപ്പൊ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ പുള്ളിയുടെ ഷോയിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നു. അപ്പൊ അതിലൂടെ നമ്മൾ ഒന്നുകൂടെ അറിയില്ല, നമ്മൾ വെച്ചടി കയറും. പിന്നെ ആലഞ്ചേരി കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി പുറകോട്ട് വലിക്കാൻ പാടായിരുന്നു. പുള്ളി അവിടെ കയറി കഴിഞ്ഞ് പിന്നെ പോയ ആളെ കാണുന്നില്ല, പുള്ളി അതിലും മേളിൽ കയറി ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അറിയാം. പ്രത്യേകിച്ച് അത് നമ്മളെല്ലാം മലയാളികൾക്ക് കഴിവുണ്ട്. നമ്മൾ മലയാളികൾ അതിൽ വിദഗ്ധരാണ്, മിടുക്കന്മാരാണ്. ഞാൻ സെമിനാരി വെച്ച് പഠിച്ചു. ഞങ്ങൾ വടക്കേന്ത്യ സെമിനാരി പഠിക്കുമ്പോൾ അവിടെ തെലുങ്കന്മാരുണ്ട്, തമിഴന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, പഞ്ചാബികളുണ്ട്, മറാഠികളുണ്ട്. ഇതിലൊക്കെ മിടുക്കന്മാർ മലയാളികളായിരുന്നു. മലയാളിക്ക് അറിയാം എങ്ങനെ കസേര കയറിയിരിക്കണം. വിദ്യയും അഭ്യാസവും ഒരുമിച്ച് ചേർത്തങ്ങോട്ട് ചാലിച്ചങ്ങ് പ്രയോഗിച്ചു. അങ്ങനെയാണ് സിനിമയുടെ ഈറ്റില്ലമായ ഹോളിവുഡിൽ നമ്മൾ കയറുന്നതും പല സെറ്റിലും പലരുമായിട്ട് കണക്ഷൻ സ്ഥാപിച്ചു. മലയാളം, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, അറബി, പിന്നെ ഏതൊക്കെ അറിയാം? പൊടി അറബി, വലിയ അറബി ഒന്നുമില്ല, എങ്കിലും അറബി അറിയാവുന്ന 5 വാക്കാണെങ്കിലും. ഇപ്പൊ തബലയിൽ എനിക്ക് സന്തോഷ് കളങ്ങര പറയുന്നുണ്ട് 4.5 മിനിറ്റുകളിൽ അടിക്കാനൊക്കെയില്ല, പക്ഷെ 5 മിനിറ്റ് ആയിരുന്നു കോൺടെസ്റ്റ്. ഞാൻ ആദ്യം കുറച്ച് ആലാപനം നടത്തി, അവസാനം കൈയടിപ്പിച്ച് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 5 മിനിറ്റ് അങ്ങ് തീർത്തു. അപ്പൊ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഉടുപ്പിട്ട് നമ്മൾ ഫിറ്റാക്കി നമ്മൾ സ്റ്റേജിൽ കയറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഭാഷ, ഉദാഹരണം നമ്മൾ ഫിലിപ്പീൻസ് ഒരു യുദ്ധ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മൾ തഗാലോ പഠിക്കുന്നു. ഒരു 10 സെന്റൻസ് പഠിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ സ്പാനിഷ് പഠിക്കുക. ഇപ്പൊ കൊറിയയിൽ പോയി കഴിഞ്ഞാൽ അനാസയോ കംസമിത, അപ്പൊ നമുക്കൊരു 10 സെന്റൻസ് പഠിച്ചിരിക്കണം മരുന്നിന്. ആ മരുന്ന് എടുത്തങ്ങ് പ്രയോഗിക്കുന്നു. അപ്പൊ കാണുന്നവൻ വിചാരിക്കട്ടെ ഇതിന്റെ നമ്മുടെ ഉച്ചാരണ ശുദ്ധി, ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കേൾക്കുന്നവൻ വിചാരിക്കും യുവർ പേരൻസ് ആർ ഫ്രം ഹിയർ. അല്ലല്ല, പേരൻസ് ഒന്നും നമ്മൾ അതിരമ്പഴക്കാരൻ തന്നെ, പക്ഷെ നമ്മളത് പറഞ്ഞങ്ങ് ഫലിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഇതെല്ലാം അഭിനയത്തിന്റെ ഭാഗമാണ്. മനസ്സ് നിർമ്മലമാണെങ്കിൽ അഭിനയം വരുമല്ലോ. അതിപ്പോ ഭാഷയുടെ ഭാഷയൊക്കെ പിന്നെ പഠിക്കാൻ, അത് ഭാഷ ഒരു ഗിഫ്റ്റ് ആണ്, എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. അപ്പൊ ഞാനിപ്പോ ഇതുപോലെ മലയാളം പറയുമ്പോൾ അമേരിക്കർ പറയുന്നത് നീ ഇംഗ്ലീഷ് ഇതുപോലെ തന്നെ സാഹിബിന്റെ അടുത്ത് നമ്മൾ പയറ്റി നിൽക്കും, അപ്പൊ ഹിന്ദിക്കാരുടെ അടുത്ത് നമ്മൾ പയറ്റി നിൽക്കും. അപ്പൊ അതൊരു ഗിഫ്റ്റ് ആയിരിക്കും സാറേ. ഇത് വേറെ രസം എന്താ വെച്ചാല്, നിങ്ങളുടെ ഈ കഥകളിലൊക്കെ ഉള്ള ഒരു സാമർഥ്യം എന്താന്ന് ചോദിച്ചാൽ, ഏത് നാട്ടുകാരെയാണോ വശപ്പെടുത്തേണ്ടത് അവരുടെ കൾച്ചറോ അവരെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി അടിക്കേണ്ട അടുത്ത് കറക്റ്റ് സമയത്ത് അടിക്കുക എന്നുള്ളതാണ്. ഇത് വേറെ ലെവൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിങ്ങളെപ്പോലെ ഒരു കാൻഡിഡേറ്റ് വരണമെന്ന് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഈ കായികാഭ്യാസങ്ങളൊക്കെ അറിയാം, പിന്നെ മൈൻഡ് ഗെയിമിനെ കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്, അവിടെ ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ അത്യാവശ്യം നമുക്കിപ്പോൾ ഫ്രോഡ്നെസ് എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുസൃതി കൂടുതൽ ഉള്ള ആളും കൂടെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ജയിക്കുക എന്ന് പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊരു ഭയങ്കരമായ കളി പുറത്തെടുക്കേണ്ടി വരും. അപ്പം നിങ്ങളെപ്പോലെ ഒരാൾ വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്കിൽ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് കാണാറുണ്ട്, ബിഗ് ബോസ് എങ്ങനെയാ, ബിഗ് ബോസിന് ആ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതൊരു റിയാലിറ്റി ഷോ ആണ്. പിന്നെ ലാലേട്ടന്റെ ഒരു വലിയ ഭക്തനാണ് ഞാൻ. തീർച്ചയായിട്ടും ലാലേട്ടൻ ചെയ്യുന്നത് എന്തും പൊന്നാക്കുന്ന ഒരു വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ സ്വപ്നത്തിൽ ഇല്ലാഞ്ഞ കാര്യമാണ്. നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ പറയുമ്പം എന്നാ പിന്നെ ഒരു കൈ നോക്കിയാലോ ഒരു മനസ്സ്. പിന്നെ കുടുംബമുണ്ട്, അപ്പൊ അവരെയൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എല്ലാം പറഞ്ഞൊപ്പിച്ചിട്ട് പോകണം. കാരണം ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും കയറിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ചെല്ലുന്നിടം നമ്മള് മേഞ്ഞ് പിടിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഇച്ചിരി കലാപരിപാടികളുണ്ട്. അപ്പൊ ഈ കലാപരിപാടിയൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ പോണം. അതെന്താ അവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞ അവിടെ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും? ഞങ്ങള് വെറ്ററൻസ് പൊതുവെ ഇവിടുത്തെ റിപ്പബ്ലിക്കൻസ് ആണ്. അപ്പം ഞാനിപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവിടെ എല്ലാം രാഷ്ട്രീയപരമായിട്ടാണല്ലോ, എല്ലാത്തിനും ഒരു രാഷ്ട്രീയ ചായ്വുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പറയുമ്പോൾ ഒന്നും അങ്ങനെ
വിളിച്ചത് പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ബോർഡ് പല പല ബോർഡുണ്ട്. സ്കൂൾ ബോർഡുണ്ട്, സിറ്റി നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ ബോർഡിന് വേണ്ടി ഇവിടുത്തെ മുനിസിപ്പൽ ഡിസ്ട്രിക്റ്റിലെ ബോർഡിന് വേണ്ടി കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ പ്രസിഡന്റ് ആണ് ഞാൻ. ഇവിടുത്തെ ഒരു 1000-ഓളം വീട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക്, ഹോം ഓണേഴ്സ് അസോസിയേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെയും നമ്മുടെ ഒരു വെറ്ററൻ സ്റ്റാറ്റസ് ആണ്. നമ്മളൊരു വിമുക്ത ഭടന്റേതായ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം വെള്ളക്കാരൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമുക്കൊരു വിലയും നിലയുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ ആ ലെവലിൽ പറയും. അതിൻ്റെതായ അച്ചടക്കത്തോടും അതിൻ്റെതായ നയത്തോടു കൂടിയൊക്കെ നമ്മളോട് സംസാരിക്കും. ഇവിടുത്തെ ഞാനൊരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു അനുഭാവിയായിട്ടാണ് ഇവിടെ നമ്മൾ തുടരുന്നത്. ഓക്കെ, കുഞ്ഞിനെയും വൈഫിനെയും കുറിച്ച് പറയും. സുഖമായിട്ട് 2 പേരുണ്ട്. എത്ര വയസ്സൊക്കെ ആയി? 5 വയസ്സുള്ള ആമേനും 3 വയസ്സുള്ള മരിയനും. ആൻസി ഭാര്യ. ഈ ഇടയ്ക്കൊക്കെ കുറച്ച് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവോ? വൈഫിനൊക്കെ അറിയാവോ? പിന്നെ നമ്മളെല്ലാം പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. നമ്മൾ പറയാതെ എല്ലാവർക്കും എല്ലാം അറിയാം. ഇതിപ്പം ഭാര്യയ്ക്ക് മാത്രമല്ല, ഞാൻ എന്ന് പറഞ്ഞ ഒരു തുറന്ന പുസ്തകം. ആ തുറന്ന പുസ്തകം ഇച്ചിരി വലിച്ചു തുറന്നു വെച്ച സന്തോഷ് കളങ്ങര. ഇപ്പം ഏത് കടക്കാരനും എന്നെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആലഞ്ചേരി അല്ലേ, പണ്ട് സെമിനാരിന്ന് പട്ടാളത്തിൽ പോയ ആലഞ്ചേരി. അപ്പൊ അത്രയും പബ്ലിസിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മളിനിയിപ്പോ ഒന്നും എല്ലാവർക്കും അറിയാം. എന്നെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാം. എല്ലാം അറിയാം. ഇങ്ങനെയൊക്കെ ബട്ടർഫ്ലൈ കളിച്ച് നടക്കുമ്പോഴും ശരിക്കും നമ്മൾ എത്തിയിട്ടില്ല എന്ന് തോന്നുമല്ലോ. നമ്മൾ എവിടെയോ എത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. ആലഞ്ചേരി ശരിക്കും അഭിനയത്തിലേക്ക് എത്തലാണോ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ല, അഭിനയം ഒരു പാഷൻ അല്ലല്ല. ഞാൻ നന്മ ചെയ്ത് കടന്നുപോയി. ഈവൻ നമ്മളിപ്പം ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ സഹായിച്ച് സ്നേഹിച്ച് മിണ്ടിയും പറഞ്ഞും പോകാന്നുള്ളതാണ്. ഇതിപ്പോ അഭിനയ മേഖലയിലുള്ളവരാണെന്ന് അഭിനയ മേഖലയിൽ എത്താൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നില്ല. എങ്കിലും ഇപ്പൊ ഞാൻ ലോസ് ആഞ്ചലസിലായിരുന്നപ്പോഴും നമുക്കിപ്പോ ഒരാൾക്ക് അത്യാവശ്യം ഒരാൾക്ക് എയർപോർട്ട് വരെ കൊണ്ടാക്കണം, അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഇന്നൊരു വ്യക്തി ആശുപത്രി കൊണ്ടുപോകണം, നമ്മൾ ഓടിച്ചെല്ലും. അല്ലെങ്കിൽ ഒരാളുടെ പൈപ്പ് പൊട്ടിയിരിക്കും. ഇപ്പൊ ഇന്നിവിടെ മുഴുവൻ ഫ്രീസാണ്, ടെക്സാസ് മുഴുവൻ തണുത്ത് മരച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരാൾക്ക് ഇപ്പൊ ഒരാളുടെ പട്ടിയെ നോക്കണം, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ പോയി പവർ ഡൗൺ ആണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി നിസ്വാർത്ഥമായ സേവനമാണ് കേട്ടോ. 5 പൈസ നമുക്ക് കിട്ടത്തില്ല. ഞാൻ അങ്ങോട്ട് കാശിട്ട് സഹായിക്കുന്ന എല്ലാവരും ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാവരും സഹായിച്ചു. അപ്പൊ അത് എന്റെ പൈതൃകമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ ചാച്ചന്റെയും എന്നെ വളർത്തിയ ആൾക്കാരുടെയൊക്കെ ഒരു ഗുണമായിരിക്കും. എന്നെ പഠിപ്പിച്ച സാറന്മാരുടെയും ഞാൻ പഠിച്ച ഒരു സെമിനാരിയിൽ നിന്ന് പഠിച്ച അച്ഛന്മാരിൽ നിന്ന് കിട്ടിയ ഒരു നന്മയും നമുക്ക് നന്മ ചെയ്ത് കടന്നു പോകും. അതാണ് നമ്മുടെ ബേസിക് പോളിസി. അല്ല, അപ്പൊ ജീവിത ചെലവിനുള്ള കാശൊക്കെ ശരിക്കും പെൻഷനാണോ, പട്ടാള പെൻഷനാണോ? അതെ, അവര് നമുക്ക് തരും. അതൊരു ഗുണമായി. അതാ ഞാൻ ഓർക്കുന്നത്. ഞാൻ ഒരിക്കലും എന്റെ കൂടെ പഠിച്ച വലിയ IIM-ലും വലിയ MBA എടുത്തവന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാർ ഇപ്പോഴും കിടന്ന് പണിയാ. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വിശാലമായിട്ട് ലോകം കണ്ട് ജീവിക്കുന്നു. അവന്മാർക്കൊക്കെ അസൂയുണ്ട്. 4 വർഷം പങ്കെടുത്താലും പെൻഷൻ കിട്ടുമല്ലേ? അല്ലല്ല, തിരുത്തുണ്ട്. 4 അല്ല, ഞാൻ 10-12 വർഷത്തോളം ജോലി ചെയ്തു. നമ്മൾ റിസർവ് ജോലി ചെയ്ത് പല കാറ്റഗറിയിൽ. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ തെന്നി മാറിക്കണം. നമ്മൾ ഈ ഏറ് കൊള്ളാതെ തെന്നി മാറിക്കണം. ഇറാഖിലൊക്കെ ജീവിക്കുമ്പം ഇപ്പൊ ഇതിനകത്തൂടെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലും ഒത്തിരി മരണങ്ങളും ദാരുണമായ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയും ദൈവ അനുഗ്രഹം കൊണ്ട് ഞാൻ പോയ വണ്ടിക്കൊന്നും അപകടം ഉണ്ടാകാതെ ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളും വളരെ അതാണ് നമ്മളെ ദൈവപരിപാലനയിൽ നമുക്ക് ഒത്തിരി കെയർ കിട്ടുന്ന എവിടെയാ വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം നമുക്ക് അവിടെ ചിലപ്പോൾ അവിടെ ഉദാഹരണത്തിന് ഇറാഖില് ഇപ്പൊ ഞങ്ങള് കത്തോലിക്കർക്ക് വിശുദ്ധ കുർബാന കൊടുക്കും. വിശുദ്ധ കുർബാന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓസ്തി. അപ്പൊ അത് കൊടുക്കാൻ ഞാൻ നിയുക്തനല്ല. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചു, എന്നാ ഒരു കാര്യം ആലഞ്ചേരിയും പോരട്ടെ. അപ്പൊ എന്നെ ആ തസ്തികയിലേക്ക് കാരണം നമ്മൾ സെമിനാരിൽ പോയതാണല്ലോ, അപ്പൊ ഈ പണി അറിയാവുന്നതാണ്. അപ്പൊ നമ്മളെ ആ ടൂൾസ് ഒക്കെ ഏൽപ്പിക്കുന്നു. നമ്മള് വളരെ ഭക്തിയാദരോടെ ആ പണി നിറവേറ്റുന്നു. നമ്മൾ ഏത് പണിയും നമ്മൾ ഇച്ചിരി അറിയാമെങ്കിൽ നമ്മളത് മുതലെടുത്ത് കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. എന്നാലും ഒരു ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ വെടിയേൽക്കാമായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ഈ 12 വർഷമൊക്കെ ജോലി ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ പക്വത ആർജിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടെ വന്ന് ഈ പറയുന്ന ബിഗ് ബോസിലൊക്കെ കളിക്കുമ്പോൾ പഴയ നമ്മുടെ ഒരു ചെറുപ്പത്തിന്റെ ശുഷ്കാന്തിക കാണിക്കേണ്ടി വരും അല്ലേ? അത് കുഴപ്പമില്ല. നമ്മള് പിന്നെ പൂർവാധീന ശക്തിയോടെ ഞാനിവിടെ 3 വർഷം തോറ്റിട്ടാണ് എന്നെ ഒരു വെള്ളക്കാര് തോപ്പിച്ചിട്ടതാ. ഒരു രക്ഷയില്ല. നമ്മളപ്പോ നമ്മുടെ അടവുകൾ ഇറക്കും. ഞാൻ ഇവിടെ അങ്ങനെ വീടുകളിലൊന്നും കയറി നമുക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നു.
അതുപോലെ അനാവശ്യമായിട്ട് നമുക്ക് വീട് വഴിയൊന്നും പോകാൻ പറ്റത്തില്ല. സെയിൽസും മാർക്കറ്റിംഗ് പോലെ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു? ഞാൻ രണ്ടും കൽപ്പിച്ച് എല്ലാ വീട്ടിലും പോയി അങ്ങ് മുട്ടി. അപ്പം ഈ ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്ന പഴയ സ്ഥാനാർത്ഥികളൊക്കെ അമ്പരന്ന് പോയി. കാരണം അവരുടേക്കാൾ 4 ഇരട്ടി വോട്ട് എനിക്ക് കിട്ടി. അപ്പൊ നമ്മൾ നമ്മുടെ നാടൻ ശൈലി ഉപയോഗിക്കുന്നു. പക്ഷേ പലരും തോക്കുകയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഡോറെ ചെന്ന് "വോട്ട് യു വാണ്ട്" എന്ന് ചോദിച്ചാൽ അവർ ലോക്കലിലോട് ചെയ്താ. ഇവിടെ അങ്ങനെ അനാവശ്യമായിട്ട് തൊടുമ്പം വാതിലെ മുട്ടുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് മാൻ, ഐ മീൻ ഞാനിവിടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സേവ് ചെയ്യാൻ വന്നതാണ്. അപ്പം നമ്മളപ്പോ അതുപോലെ നിൽക്കും. ഇപ്പം ബിഗ് ബോസിൽ ശാരീരിക കായികമായിട്ട് നമ്മൾ നേരിടും. അതിനനുസരിച്ച് നമ്മൾ റെഡിയാവും. ഈ പട്ടാളത്തിൽ നിന്ന് ശരിക്കും പിരിഞ്ഞു പോരുന്നത് ശരിക്കും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡർ വന്നിട്ട് ഉള്ള ഇഷ്യൂ ആണെന്ന് സന്തോഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യുദ്ധം കണ്ട ഞങ്ങൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തലയ്ക്ക് ഏറ് കിട്ടിയ ഒരു കൺകഷൻ ടെസ്റ്റിന് അമ്പയർ ആളെ വിളിക്കുമല്ലോ, ഇല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിച്ചിലേക്ക് വരുന്നു, എന്നിട്ട് ആ ഡോക്ടർ വന്ന് ഓക്കെ ആക്കാനല്ലേ പിന്നെ ആ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഈ യുദ്ധക്കളത്തിൽ പോയിട്ട് വരുമ്പോൾ, അതിപ്പോ ഇറാഖ് എന്നല്ല, അഫ്ഗാനിസ്ഥാൻ എന്നല്ല, ഇവിടുത്തെ ഏത് ഡിപ്ലോയ്മെന്റ് പോയാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പം ഇദ്ദേഹത്തിന് മാനസികമായിട്ട് ഒത്തിരി പിരിമുറുക്കം ഉണ്ടാകുന്ന അവിടെ അമേരിക്കക്കാര് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചല്ലേ നമ്മൾ വെള്ളം കുടിക്കുന്നത്. ഇവര് ഐസ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ ആ ഐസ് കിട്ടാഞ്ഞിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ആൾക്കാരാണ് അമേരിക്കക്കാർ. അവർക്കൊരു ചെറിയ കാര്യം മതി. ഇവർക്ക് ഉറുമ്പ് കടിച്ചാൽ പ്രശ്നം, നമുക്ക് കടന്നിൽ കുത്തിയാലും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഓടുന്നത്. അപ്പൊ ആ ഒരു അനലൈസ് പരമായിട്ട് അവരെനിക്ക് PTSD ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറി പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ മനസ്സിന് എനിക്കറിയാം, നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും സ്നേഹവും സമാധാനമുള്ള കുടുംബജീവൻ നയിച്ചാണ് നമ്മൾ പോകുന്നത്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോയിട്ട് വരുമ്പോഴേ കുടുംബം തകർന്നു, പട്ടി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പ്രശ്നം. അപ്പൊ ഇവർ പെട്ടെന്ന് മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷെ പേപ്പറിൽ ഞാൻ ഒരു അമേരിക്കൻ പടയാളി ആയ കാരണം അവർ ആ കാറ്റഗറിയിൽ എന്നെ പെടുത്തി എനിക്ക് ആനുകൂല്യങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് PTSDക്ക് അടിമപ്പെടാൻ പാടില്ല. PTSD എന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ക്യാൻ ഹാപ്പൻ ഈവൻ നോട്ട് ഇൻ വാർ. ഈവൻ നമ്മളിപ്പം താങ്കളുടെ ജോലിക്കിടയിലും ഇപ്പം ഒരു 10 ഷൈൻ ടോം ചാക്കോ പോലെയുള്ള നല്ല ഇന്റർവ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അപ്പൊ നമ്മളതെല്ലാം തരണം ചെയ്ത് നമ്മളത് ഫൈറ്റ് ചെയ്ത് തിരിച്ച് വളരെ സരസമായിട്ടും കമ്പോസ്ഡ് ആയിട്ടും കൂളായിട്ടും താങ്കൾ നേരിടും. അതാണ് ഒരു ഗ്രേറ്റ് ഇന്റർവ്യൂവിന്റെ ചിഹ്നം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് നേരിടുന്നു. എങ്കിലും നമുക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ പടക്കം പൊട്ടുമ്പോൾ എന്റെ ചെവിക്ക് കേൾവിക്കുറവുണ്ട്. അതെന്ന് നമ്മൾ 6 മാസം പടക്കം പൊട്ടിക്കുമല്ലോ, നമുക്ക് ഇയർ പ്ലഗ്സ് ധരിച്ചാലും നമ്മുടെ ടിൻഡനൈറ്റിസ്, റിങ്ങിങ് ഇൻ ദ ഇയേഴ്സ്, നമുക്ക് ചെവിയുടെ കേൾവി, അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കാല് രണ്ടും സർജറി ചെയ്തതാണ്. എന്റെ കാലിന്റെ 2 മുട്ടിയിരട്ടിയും പോയി, പ്ലെയിനിൽ നിന്നൊക്കെ ചാടി ഒത്തിരി പോയിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മള് ഓടണം എന്ന് വെച്ചാൽ നമ്മൾ ഓടും. ഇപ്പോഴും പട്ടാളത്തിൽ ചേർന്ന് തിരിച്ച് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് പോയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പട്ടാളത്തിന് വേണ്ടി സേവനം ചെയ്തു. ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? വിന്നറെ തന്നെയാണോ ഇഷ്ടപ്പെട്ടത്? അഖിൽ മാരാരെയാണോ? അഖിൽ മാരാർ നമ്മുടെ പയ്യനല്ലേ. അതായത് ഇല്ലായ്മയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് ദുബായിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്, മറ്റു വിദേശങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഖിൽ മാരാർ വാസ് ദ മാൻ. ഞാൻ ഫുൾ പുള്ളിയുടെ ഇതൊക്കെ കേട്ടപ്പം പിന്നെ പുള്ളി നല്ല സ്ട്രാറ്റജൈസ് ചെയ്ത് മിടുക്കൻ. അതുപോലെ പഴയ നമ്മുടെ സാബു. ഈ ബാക്കിയുള്ള ഭാഷകളിലെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഓണസ്റ്റ്ലി ഇല്ല കേട്ടോ. തമിഴും ഹിന്ദിയൊക്കെ. ഹിന്ദിയില് എന്നോട് ആരോട് പറഞ്ഞു നിങ്ങൾക്ക് ഹിന്ദി അറിയാലോ, ഹിന്ദി പോയി ചേരും, മലയാളത്തിൽ കിട്ടില്ല ഹിന്ദി പോയി ചേരാം. നമുക്ക് അതിനെ കുറിച്ചൊന്നും. പക്ഷെ ഞാൻ അമേരിക്കയില് ഈ ഓരോ ഐലൻഡിൽ പോയിട്ട് സർവൈവൽ, ഞാൻ അതിന്റെ ഓഡീഷന് പോയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര പാടാ. അത് ഞാൻ വെറുതെ ടെസ്റ്റിങ്ങിന് ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കാൻ പോയതാ. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐലൻഡിലേക്ക് വലിച്ചെറിയാണ്. പക്ഷെ അത് കപ്പിൾസ് ആയിട്ട് എന്തോ ഞാൻ, കാരണം നല്ലൊരു പാർട്ട്ണറേയും കിട്ടണം. ഞാൻ അതിന്റെ ഓഡീഷന് ചുമ്മാ ഫസ്റ്റ് റൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ട്. പലതും ലോസ് ആഞ്ചലസിൽ നമ്മളിങ്ങനെ അവിടുത്തെ പല റിയാലിറ്റി ഷോയിലും ഞാൻ ഒരെണ്ണത്തിനകത്ത് അർദ്ധനാരിയായിട്ട് അഭിനയിച്ച പറഞ്ഞ പുള്ളി എടുത്തിട്ടായിരുന്നു. ലെറ്റ്സ് മേക്ക് എ ഡീൽ എന്ന് പറഞ്ഞു. നമ്മൾ ഏത് വേഷം ധരിച്ച് പോകാം, നമ്മൾ ഏറ്റവും വേഷപ്രജ്ഞരായിട്ട്. അപ്പൊ ഞാൻ എന്റെ പകുതി മീശയൊക്കെ പഠിച്ചു കളഞ്ഞു. അത് പുള്ളിയുടെ ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ ഫുൾ ഒരു പെൺവേഷം കെട്ടി അഭിനയിച്ചത്, ഒരു ഇംഗ്ലീഷ് സിനിമയിൽ. അപ്പം നമ്മൾ പരീക്ഷണത്തിന് നമ്മള് ഇപ്പം മമ്മൂട്ടി കാതലിൽ അഭിനയിച്ചില്ലേ, ഒരു കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു റോളിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചിരുന്നു. അപ്പൊ നമ്മള് പരീക്ഷണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് ഈ ശരീരം വെച്ച്. അപ്പൊ ബിഗ് ബോസിൽ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാന്ന് ഒരു ചിന്ത. ഇവിടെ വന്ന് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് ഏതായിരുന്നു സിനിമ ഒന്ന് പറയൂ? നവൽ എന്ന ജുവലിന്റെ പ്രൊഡ്യൂസറും അതിനകത്ത് മെയിൻ നായകനും ഞാനായിരുന്നു.
ഓ അത് കേരള ജനത അതുപോലെ അത് കാണാൻ പറ്റിയില്ല. പക്ഷെ അതിന് 34 അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടി. ആ ആ, വളരെ മികച്ചൊരു കഥയായിരുന്നു. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ലെവലിൽ ഒത്തിരി രാജ്യങ്ങളിൽ പോയി സമ്മാനം നേടാൻ സാധിക്കും. നോർത്ത് കൊറിയ വരെ പോയി സമ്മാനം മേടിച്ചൊരു ഉം, ഓ സിനിമയാണ് നവൽ എന്ന ജുവൽ. ആലഞ്ചേരിയെ ബിഗ് ബോസിൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ ട്രിക്കൊക്കെ അവിടെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ. ആലഞ്ചേരി വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. വളരെ സന്തോഷം. ആ ആശംസ നാഗ് പൊന്നാട് രജനീഷിന്റെ എല്ലാ ഫാൻസിനോടും നന്ദി, സന്തോഷം. നമസ്കാരം.